ഒരു സെയിം ആവേ. നല്ലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ 500, 500, 6 രൂപ പറയുന്നത്. 30 രൂപയോ? എടാ ഏതെടുത്താലും 30 രൂപ കേട്ടോ. അതിന്റെ പകുതി പൈസക്ക് സാധനം കിട്ടി. അതിന്റെ ഇത് വേറെ മോഡല്. ഇതിന്റെ വേറെ ഒരു സാധനം എന്താ? ദോസ്തോ നമസ്കാർ, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ആസ്ക് ചെയ്യുന്ന കാര്യമാണ് ബ്ലൂബി എന്നാച്ച്. നമ്മൾ നല്ല റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു വലിയ ഹരിചന്ദ്ര ചന്ദ്ര. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ബ്ലൂബി അപ്ഡേറ്റ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. നമ്മുടെ വണ്ടി റീസ്റ്റോറേഷനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. കുറച്ചധികം ദിവസങ്ങൾ അതിന്റെ പുറകെ, പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ടിരിക്കണല്ലോ. ഒരു വീഡിയോ ചെയ്യുമ്പോൾ കണ്ടന്റിന് വേണ്ടിയല്ല, നിങ്ങൾ ഒരു വീഡിയോയിൽ പൂർണ്ണത സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ആക്ച്വലി നമ്മൾ പറഞ്ഞായിരുന്നു എൻ്റെ ഒരു ദിവസത്തിൽ ബാറ്ററി തിരിച്ചു കൊടുത്തിട്ട് ഇതാ ഗിയർ ഒടിച്ചെടുക്കും തിരിച്ചെടുത്തോണ്ടായിരുന്നു നമ്മുടെ വണ്ടീന്റെ സീനായത്. അങ്ങനെ ഡയനാമോ പരിതലിലായിരുന്നു വീഡിയോ ചെയ്യാൻ പറ്റാതെ. അപ്പൊ നേരെ നമുക്ക് ഗ്യാരേജില്ല, വണ്ടി ബ്ലൂബി അവിടെ കിടപ്പുണ്ട്. വണ്ടി കാണിച്ചു തരാം, അതിൽ ഡയനാമോ എടുക്കുന്നത്. കോഴിക്കോട് വ്ളോഗ് കാണിച്ചു തരാം. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനൊരു വില്ലേ അരിച്ചെന്നുണ്ട്. വില്ലേ കുറച്ച് ഡിലേ ആയിരുന്നു. ഞാൻ ഡയനാമോ എടുക്കണം എന്ന് പറഞ്ഞു. അത് കുറേ ഡയനാമോ എടുത്തു, പറ്റിയില്ല. പിന്നെ കുറച്ച് ബാറ്ററി 1-2 എടുത്തു. അപ്പോൾ നല്ല ബാറ്ററി ഒന്ന് സെറ്റ് ചെയ്യാം. മറ്റേതുപോലെ തന്നെ അല്ലടാ. നമുക്ക് നല്ല തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ബാറ്ററി സെറ്റ് ചെയ്യാം. ആക്ച്വലി നമ്മുടെ ബാറ്ററി ശരിക്കും പറഞ്ഞാൽ ഇതല്ല, എന്തായാലും തൽക്കാലം ഒപ്പിക്കുന്ന ഒരു ആമറോണ്ടാണ്. ഇതിൻ്റെ ടെർമിനൽ കുറച്ച് അറ്റത്താണ്. ഇത് കുറച്ച് സാഹസികതയിലൂടെയാണ് ഇത് പിടിപ്പിക്കുക. ടെർമിനൽ പൊട്ടി. അത് കഴിഞ്ഞ ദിവസം ബലം പിടിച്ചത്, എൻ്റെ ശക്തി കുറച്ച് കൂടുതലാണ്, ടെർമിനൽ പൊട്ടി. സോ അങ്ങനെ ഫൈനലി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി നേരെ നമ്മൾ കോഴിക്കോടേക്കാണ് പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഡയനാമോ എടുക്കാനായിട്ട്. അപ്പോൾ കോഴിക്കോടത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് വാ. എന്നിട്ട് ഡയനാമോ തിരിച്ച് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങും. പിന്നെ ചെറിയ നമ്മുടെ ഈ സ്കേർട്ടിൻ്റെ ഭാഗത്തുള്ള ചെറിയ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ബ്ലൂബിയുടെ പാർട്സ് പരുതി എത്രയായിട്ട് നടക്കുന്നില്ല വണ്ടി ഇറക്കാൻ. ഈ ഒരു വഴിയില്ലാത്തതുകൊണ്ട് നേരെ നമ്മൾ കോഴിക്കോടായിട്ട് പോവാണ്. നേരെ നിങ്ങൾ കോഴിക്കോടൻ വ്ളോഗാണ് ഗൈസ് കാണാൻ പോകുന്നത്. കോഴിക്കോട് എത്തിയിട്ട് നമ്മുടെ വണ്ടീൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അറിയില്ല, ഒരു 4-5 സ്ഥലത്ത് പോയി ഡയനാമോണ് കിട്ടാനില്ലാത്ത. കോഴിക്കോട് പോയിട്ട് ഡയനാമോ കിട്ടുമെന്ന് നോക്കാം. എത്ര മണിക്കൂറായിരിക്കും ഓരോ കാട്ടിലൊക്കെ സ്റ്റോപ്പ് അല്ലേ? സ്റ്റേറ്റ് ബസ് ട്രെയിനിലാണ് KSRTC ട്രെയിൻ. അപ്പൊ ഇനി കൊട്ട മൂട്ടത്തിന് മുമ്പ് മുട്ടയുണ്ടോ നോക്കാം. കൊട്ടയിൽ ട്രെയിനിന് പണിയാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല, ഇതിനെതിരെ കൂടാ വഴി തീർന്നല്ലോ. നോക്കിയേ, അവന്റെ അച്ഛന്റെ പറമ്പ് പോലെയാ പോകുന്നത്. അങ്ങ് മുതൽ ഇങ്ങ് വരെ അവന്റെ വിചാരം അവൻ ട്രെയിനാണ്. ആ നടുക്കൂടിയാ പോകുന്നത്. ആക്ച്വലി നമ്മൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. പൊളി മാർക്കറ്റിൽ പോയി നമ്മൾ ബ്ലൂബിന് ഒരു സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കാം. സോ അതാണ് സ്ക്രാപ്പ്. ഈ റഹമത്ത് ഹോട്ടലിൽ സത്യം പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റില്ല. കാര്യം പണ്ട് ഇവിടെ ബിരിയാണി കഴിക്കാൻ വന്നപ്പോഴാണ് ഇവിടുത്തെ കുണ്ടച്ചായമാരെന്നെ ഒന്നും ചെയ്തില്ല. എന്നാലും ഒരു തട്ടലും തൊടലൊക്കെ ആയിട്ട് മോനെ പൈസ കൊടുക്കട്ടെ, ഞാൻ പറഞ്ഞു ഞാൻ റിച്ചാന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടാണ്. ഓൾമോസ്റ്റ് വണ്ടി പൊളിച്ചു പോകേണ്ട സാധനങ്ങളൊക്കെ കിട്ടും. ഇതെന്താണ് ഓണായി കിടക്കുന്നത്? ടയർ കിട്ടും. വണ്ടി ഓൾമോസ്റ്റ് വണ്ടിയും സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. എനിക്ക് തോന്നുന്നു കേരളത്തിലെ സ്ക്രാപ്പുകൾ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത സ്ഥലമാണെന്നാണ് തോന്നുന്നത്. പക്ഷെ ഭയങ്കര വിലയാട്ടോ, നമ്മൾ വിചാരിക്കുന്നൊന്നുമല്ല. അതുകൊണ്ട് അതിന്റെ ഉള്ളിലോട്ടും പോവാം, അവിടെയും പോവാം. ഏകദേശം ഇവിടെ നിന്ന് കറങ്ങി കളിക്കേണ്ട രീതി തന്നെ ഉണ്ട്. നമുക്ക് എന്തായാലും ഡൈനാമോ ഉണ്ടോ? ഡൈനാമോ 3 പിന്നാ വേണ്ട, 3 പിന്നാ വേണ്ട. പഞ്ഞയുടെ എത്രയാണ് വേണ്ടത്? ഈ ഒരു സെയിം ആവേ. നാളെ രാവിലെ 8-8:30 ആകുമ്പത്തിന് പൊതിന്റെ കോടോളിലേക്ക് നാളത്തേക്ക്. അതല്ലേ, നിങ്ങൾ തലശ്ശേരിക്ക് കൊറിയറൊക്കെ ഉണ്ടോ? എവിടെ വേണം കൊറിയർ ആയിട്ട്. തലശ്ശേരി ഞാനിപ്പോ കാസർഗോഡൊക്കെ ഇപ്പൊ കൊറിയർ ആയിട്ട് വന്നിട്ടുള്ളൂ. കാസർഗോഡേക്കാ? പക്ഷെ കണ്ടീഷനാണ്, വർക്കിങ്ങിനെ പറ്റിയാണ്. എവിടെയാണ് അയക്കോ അല്ലേ? പിന്നെ അയക്കരുത്. എക്സ്ചേഞ്ച് 6500 എക്സ്ചേഞ്ച് 6500 നല്ല സാധനത്തിന്. ഇവിടെ 3000-3500 നമുക്ക് സാധനം കിട്ടും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഹുണ്ടായിന്റെ പുതിയത് നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ പോലെ 500-6 രൂപയുള്ളൂ. അപ്പൊ നിങ്ങൾ പഴയ ഗൂഗിളിലത്തെ വിടാ, നേരെ ഷോറൂമിൽ പോവാ. അവിടെ എത്ര വരണ്ടത്? ഷോറൂമിൽ എക്സ്ചേഞ്ച് ആവും. 6000 വേണ്ടി നമുക്ക് കാര്യങ്ങളെ പറ്റി കുറച്ച് അറിയാന്ന് കണ്ടപ്പോ എണ്ണം മെല്ലെ വലിഞ്ഞു.
അണ്ണം എല്ലാം വലിക്കും. നമുക്ക് പരതാടവും 6 രൂപ കൊടുത്ത് പഴയ ഡയനാമോ ഒന്നും എടുക്കാൻ നമുക്ക് തല കോളമില്ല, മനസ്സിലായി. ആക്ച്വലി ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര പൈസ പറഞ്ഞു, പക്ഷെ അത് നല്ലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ 500, 6 രൂപ പറയുന്നത്. ഇനി അവിടെ കഴിവ് വെച്ച് ചവിട്ടി താത്താൻ പറ്റുമോ നോക്കണം. ഇപ്പം നമ്മൾ മാക്സിമം ഒരു 4 ഉദ്ദേശിച്ചത്. ഇപ്പം എന്നെ കൊണ്ട് ഇപ്പോൾ ഒരു 4,500 ചെയ്തു തരാൻ പറ്റും. പക്ഷേ വേറെ ഒരു വഴിയില്ലാത്തതാണ്. പക്ഷെ എനിക്കും ബാർഗൈൻ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ അവസ്ഥ എങ്ങനെ പോയി. 4 രൂപ ഉദ്ദേശിച്ചത്. ഇപ്പൊ നിങ്ങളുടെ കണ്ടീഷൻ കണ്ട് നിങ്ങളുടെ ഒരു ട്രസ്റ്റ് ആയതുകൊണ്ട് അല്ല, അത് കണ്ടുകൊണ്ട് ഞാൻ പറയാം വണ്ടി കൊണ്ട് കയറ്റും. ഫീലിംഗ് പഠിച്ചു. ഒരു രീതി കുറയ്ക്കൂലെന്ന് പറഞ്ഞു. ആക്ച്വലി 4,500, 6 രൂപ പറഞ്ഞതാണ് 4,500. അതാണ് ഡീലിംഗ്, അതാണ് ഡീലിംഗ്. നീ തന്നെ പറഞ്ഞു കിട്ടൂല, അവരും പറഞ്ഞു കിട്ടൂലെന്ന്. വേണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോ. ആദ്യം പൈസ അയക്കാൻ അതല്ലേ കളി. അതല്ലേ ഞാൻ കറക്റ്റ് 1000 രൂപ കയ്യിൽ കൊണ്ടുപോയി ബാക്കി ഗൂഗിൾ പേ അടിച്ചേ. ഇവര് പാവമായോണ്ട് പാവമല്ല, ഇവര് ഇതിനും ടൈറ്റ് പിടിക്കും. നമുക്ക് കളി അറിയുന്നുണ്ട് ഇവര് തരും. പക്ഷെ അത് ഇവിടുന്ന് കുറെ സാധനങ്ങൾ ഇതാ ഇവിടുന്ന് ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി നല്ലൊരു ഡയനാമോ, അടിപൊളി പുതിയതുപോലെ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ SM സ്ട്രീറ്റിൽ പോവുകയാണ്. സൺഡേ വന്ന ഏരിയ മുഴുവൻ നമുക്ക് ചെറിയ പൈസ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു 10-100 രൂപ കുറവുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ സാധനങ്ങളൊക്കെ കിട്ടും. ഇപ്പൊ ആൾക്കാർ കുറഞ്ഞുകൊണ്ടാണ് ഇവരുടെ തൊള്ളയൊക്കെ അടിച്ചത്, അല്ലെങ്കിൽ നടക്കാൻ പറ്റൂല. ആക്ച്വലി ഓഫറൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലിങ്ങനെ പോകുമ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ SM സ്ട്രീറ്റിന്റെ അവസ്ഥ. ശരിക്കും സൺഡേ വരുമ്പോഴാണ് നമ്മുടെ സ്ക്രാപ്പൊന്നും സൺഡേ ഉണ്ടാവില്ല. പക്ഷേ ഈ ഡ്രസ്സ്, തുണികളൊക്കെ ഇവിടെ ഞാൻ ഈ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ 200 സംതിങ് രൂപയ്ക്ക്. പിന്നെ ഡ്രസ്സ് ഉണ്ട്, കുർത്തയുണ്ട്. എസ്പെഷ്യലി ലേഡീസിന്റെ ഡ്രസ്സിനൊക്കെ നമുക്ക് SM സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഏതെടുത്താലും 30 രൂപയോ. എടാ ഏതെടുത്താലും 30 രൂപ കേട്ടോ ആൽബി. അതെന്താ നോക്കി. എടാ ഇവിടുന്ന് ഞാനൊരു സാറയൊക്കെ വാങ്ങിയിട്ടുണ്ട്. സാറ 500 രൂപ എന്തോ ആണ്. സാറ പക്ഷെ ചില സ്ഥലങ്ങള് ഈ കോഴിക്കോട് വില കുറവാന്ന് പറഞ്ഞിട്ട് അവർ നിർത്തി അറക്കുന്നവരും ഉണ്ട്, എന്നാൽ ജെനുവിനായിട്ട് വില കൊടുക്കുന്നവരും ഉണ്ട്. പക്ഷെ സൺഡേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ തിരക്കും ഉണ്ടാവും, വില കുറച്ച് സാധനങ്ങൾ കിട്ടും. ഇനി 10-12 രൂപ നമ്മുടെ ട്രെയിന്. നമുക്ക് ട്രെയിനും കൊണ്ടുപോയിട്ട് നമ്മുടെ ബാഗിലുള്ള സാധനവും കൊണ്ടിട്ട് നാട് പിടിച്ചിട്ട് നാളെ. ഇന്ന് കുറച്ചധികം പൈസ പോയി, പക്ഷെ എന്നാലും ഹാപ്പിയാണ്. കാര്യം എന്ന് വെച്ചാൽ കുറെ കാലമായിട്ട് പരിധി ഇറങ്ങുന്ന കുറച്ചധികം സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു 80% കാര്യങ്ങൾ സെറ്റ് ആവും. അത് കഴിഞ്ഞ് ഇനി സാധനങ്ങൾ സെറ്റ് ചെയ്യണം. എടാ ഏത് ക്ലാസ് എടുത്താലും 50 രൂപ കേട്ടാ. ഇരുന്ന് ബെൻഡന്റെ ക്ലാസ്സാണ് എടാ, അതിന് 100 രൂപ കേട്ടാ. കൊള്ളാം. ഇതൊക്കെ 250. കൊറേ നോക്കി നടന്നൊരു സാധനമായിരുന്നു. എന്തായാലും അതങ്ങ് വാങ്ങി. പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഞാൻ മേടിച്ചത് എത്ര പൈസക്കാന്നറിയോ? അതിന്റെ പകുതി പൈസക്ക് സാധനം കിട്ടി. അതിന്റെ ഇത് വേറെ മോഡല്. ഇതിന്റെ വേറൊരു സാധനം ഉണ്ട്. കാര്യം കുറെ പേര് എവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് എന്റെ ഒരു ഭയങ്കര വലിയൊരു കൂട്ടുകാരി എറിഞ്ഞ് പൊട്ടിച്ച് അവിടെ വെച്ച് അതങ്ങനെയൊക്കെ പോയി. പറഞ്ഞാൽ ഇങ്ങനെ 2-3 നാളെ എടുക്കാം. എന്താണ് ഔട്ട്പുട്ട്? എന്താ കുഴപ്പമില്ല, ലുക്ക ഒപ്പിക്കാം. ഞാൻ ലുക്കാന്നാണോ പറഞ്ഞത്? വാച്ച് ശരിക്കും പറയാൻ പഠിച്ചു. സോ ഗൈസ് അങ്ങനത്തെ വണ്ടി കയറ്റിയിട്ടുണ്ട്. ഡയനാമോ സെറ്റാകെ എന്താ പിന്നല്ലാതെ സ്റ്റിക്കർ ഒട്ടിച്ച കേസാകൊണ്ട് അകത്തൊട്ടിച്ച്. അപ്പൊ പോലീസ് ഇല്ലാത്തപ്പോ തുറന്നു നോക്കും. പോലീസ് ഉള്ളപ്പോ അടച്ചിടും. ഡയനാമോ കണ്ടായിരുന്നോ? എന്ന് സെറ്റല്ലേ? അങ്ങനെ നമുക്ക് ഡയനാമോ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇല്ല അപ്പൊ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആയിരിക്കാൻ സുഹൃത്തുക്കളെ. ഇത് ഇറക്കിയിട്ട് നാളെ നമുക്ക് വാട്ടർ സർവീസ് ആണ് മെയിൻ പരിപാടി. ഇതെന്താ ഇങ്ങനെ കുളിക്കുന്നത്? അതിനുള്ള വെള്ളം നിറച്ചിട്ട് കുളിക്കുമ്പോൾ നിങ്ങൾ ഡാനാമോ ചെക്കിയാണ്. വന്നിട്ട് തന്നെ സൊല്ല റാസ. എടാ എണ്ണ തീർക്കലടാ. ആകെ അത്രേ ഉള്ളൂ 100 രൂപ എണ്ണ. ഇങ്ങനെ ഓണാക്കിയണോ? ഓഫാക്കട്ടെ, ലൈറ്റൊക്കെ ഓഫാക്കിയിടാം.
ഗൈസ് അങ്ങനെ ബൈക്ക് നമ്മൾ വണ്ടി ഇപ്പൊ ഇറക്കിയിട്ടുണ്ട്. ഇനി ഡൈനാമോ ഒന്ന് ചാർജ് ആവണം, ബാറ്ററിയിൽ ഒട്ടും ചാർജ് ഇല്ല. അപ്പോൾ കുറച്ച് പോയിട്ട് കുറച്ച് ഫണ്ട് പൊട്ടിച്ച് എണ്ണ അടിക്കണം എന്നോട് പറയുന്നത്. കാരണം വെച്ചാൽ കുറച്ച് വണ്ടി ഒന്ന് റൗണ്ട് അടിച്ച് ചാർജ് ആക്കണം. ദെൻ അത് കഴിഞ്ഞാലേ ബാക്കി കാര്യം നമുക്ക് പണിയാൻ പറ്റും. ഇപ്പൊ ബാറ്ററി ഒട്ടും ചാർജ് ഇല്ലെന്നാ പറയുന്നത്. പക്ഷെ ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ ഇന്നലെ ബാറ്ററി ഒന്ന് കുത്തിയിടായിരുന്നു, അതും ചെയ്തില്ല. അപ്പോൾ 0 ചാർജ് ആയതും കൊണ്ട് ഇപ്പൊ എന്തായാലും നമ്മൾ നേരെ പമ്പിൽ പോയിട്ട് കുറച്ച് എണ്ണ അടിച്ചു വെക്കണം വണ്ടിയിൽ. ഇപ്പൊ രാത്രി സമയം ഏകദേശം 10-12 മണി. ഒരു വിധത്തിൽ നമ്മൾ വണ്ടി ഡൈനാമോ ഞങ്ങളെ ഇട്ടിറക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ബാറ്ററിക്ക് കുറച്ച് സീനുണ്ട്. കാരണം എന്ന് വെച്ചാൽ പഴയൊരു ബാറ്ററി നമ്മുടെ ചെങ്ങാൻ്റെ ഷോപ്പിൽ നിന്ന് എടുത്തത് കൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ഇതിന് പറ്റുന്ന ആംബിയർ കൂടിയതും അല്ലാത്തതുകൊണ്ട് ചെറിയൊരു സീനുണ്ട്. സോ എന്തായാലും വണ്ടി നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ പെയിൻറ്റിങ് വർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് അടിയിലൊക്കെ കുറച്ച് പരിപാടിയുണ്ട്. സോ അപ്പോൾ എന്തായാലും വണ്ടി എന്തെങ്കിലും നോക്കുമ്പോൾ ഇതുവരെ ബാറ്ററിയോടായിട്ട് ഓണാവാത്ത വണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പൈസ ഇനിയും ഉണ്ട്. 10-200 കൊടുത്ത് 10-2000 കൊടുത്ത് ഇനിയും പൈസ വേണമെന്നൊക്കെ പറയുന്നില്ല, ലേബർ ഊരാനോ അതൊക്കെ ഇനിയും ഉണ്ട്. സോ എന്തായാലും ഒരു വിധത്തിൽ നമ്മൾ വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഇനി കൂടിപ്പോയ ബാറ്ററി ഒന്ന് പുതിയത് മേടിച്ചിടും. കാരണം വെച്ചാൽ 2-3 എണ്ണം പഴയ ഇട്ടിട്ട് പണി കിട്ടിയേക്കുക. സോ ഇപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂബിയുടെ കണ്ടീഷൻ. അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഉള്ളിൽ സെറ്റാക്കണം. ഇപ്പോൾ പാട്ടും മ്യൂസിക് സിസ്റ്റമൊക്കെ ഫുള്ള് സംഭവം ഒരു പവർ ആക്കിയിട്ട് തന്നെ ഇറക്കിയിട്ടുണ്ട്. സബ്ബു എല്ലാം ഇട്ട് കുലിക്ക് വേറെ ലെവലിൽ തന്നെ മ്യൂസിക് സിസ്റ്റം ആയിട്ടുണ്ട്. സോ അത് കളറാണ് എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ അടുത്ത കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കണ്ട. സോ ബാക്കി എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വണ്ടി ഒരു സീനുമില്ല, സെറ്റായി വന്നിട്ടുണ്ട്. ഇന്ന് ഫുൾ വാട്ടർ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് ചെറിയൊരു പെയിൻറ്റ് വർക്കൊക്കെ അതിന് നമുക്ക് അടുത്തടുത്ത വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ടാൽ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.